റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇന്ത്യൻ വംശജനായ സഞ്ജീവ് ഗുപ്തയുടെ ലിബർട്ടി സ്റ്റീൽ പൈപ്പ് ബിസിനസിനെതിരെ HMRC കടുത്ത നടപടികൾക്കൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നികുതി അടവിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് കമ്പനി നിയമ നടപടികൾ നേരിടുന്നത്. ഏകദേശം 26.3 മില്യൺ ടാക്സ് കുടിശ്ശികൊണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ HMRCക്ക് നൽകുവാനുള്ള നികുതി അടച്ചു തീർത്തതായും കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലെന്നും ലിബർട്ടിയുടെ കമ്പനി വക്താവ് പറഞ്ഞു. എന്നാൽ നികുതി കടമുള്ള ഉപഭോക്താക്കൾ തുടർന്ന് എല്ലാവിധ പിന്തുണയും നൽകുന്ന സമീപനമാണ് തങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും എല്ലാ വഴികളും അടയുമ്പോൾ മാത്രമാണ് നികുതിദായകരുടെ പണം സംരക്ഷിക്കുവാൻ കോടതിയിൽ ഹർജി സമർപ്പിക്കേണ്ടതെന്നും MHRC വക്താവ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂർ, റൊമാനിയ വഴി ഗുപ്തയുടെ CFG അലയൻസിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള ലിബർട്ടി സ്റ്റീലിന്റെ മേലുള്ള കടുത്ത സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയായിട്ടാണ് ഈ ഹർജി. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ UK ലിബർട്ടി സ്റ്റീലിന്റെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടൽ അഭിമുഖീകരിക്കുമെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അയർലൻഡിൽ 6 വയസ്സുകാരിയായ ഇന്ത്യക്കാരിക്കെതിരെ ക്രൂരമർദ്ദനം. അയർലൻഡിലെ വാട്ടർഫോർഡിലാണ് ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് നേരെ ആൺകുട്ടികൾ അക്രമം നടത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ കുട്ടിക്കു നേരെ ആക്രമണം നടത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡബ്ലിനിൽ മറ്റൊരു ഇന്ത്യൻ വംശജനെതിരെയും ആക്രമണം നടന്നിരുന്നു. ടാക്സി ഡ്രൈവറായിട്ടുള്ള ലക്വിൻ സിംഗിനെ യാത്രക്കാരായിട്ടുള്ള 2 ചെറുപ്പക്കാർ കുപ്പികൊണ്ട് മുഖത്തടിക്കുകയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകുകയെന്ന് അട്ടഹസിച്ചുകൊണ്ടേയിരുന്നു. അക്രമം 23 വർഷമായി അയർലൻഡിൽ താമസിക്കുന്നയാളാണ് ലക്വീർ സിംഗ്. സമീപകാലത്തായി അയർലൻഡിൽ ഇന്ത്യക്കാർക്കു നേരെ അക്രമം വർദ്ധിച്ചു വരികയാണെന്നും മുൻകരുതലുകൾ എടുക്കണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുവാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തുവന്നു. പലിശ നിരക്കുകൾ 4.25% നിന്ന് 4% കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറച്ചാൽ അത് 2023 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലെത്തും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറച്ചാൽ പ്രതിമാസ മോർഗേജ് നിരക്കുകളിലും മാറ്റം വരും. ഏപ്രിൽ-മെയ് മാസത്തിൽ ലക്ഷ്യം വെച്ചിരുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുവാൻ സാധിക്കാത്തതിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ റിപ്പോർട്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ബാങ്ക് നിരക്കുകൾ കുറച്ചാൽ മോർഗേജിന്റെ തിരിച്ചടവുകളിൽ പ്രതിമാസം ശരാശരി 40 പൗണ്ട് കുറയ്ക്കുവാൻ സാധിക്കുമെന്ന് മണി ഫാക്ട്സ് പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. തെറ്റായ വിവരങ്ങളും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ബുക്കർ പുരസ്കാര ജേതാവ് അരുന്ധതി റോയി, ഭരണഘടനാ വിദഗ്ധൻ AG നൂറാനി എന്നിവരുടേതുൾപ്പെടെ 25 പുസ്തകങ്ങൾക്ക് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ നിരോധനം ഏർപ്പെടുത്തി. പുസ്തകങ്ങൾ കണ്ടുകെട്ടുവാനും ഉത്തരവിട്ടു. വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പുസ്തകങ്ങൾ നിരോധിച്ചതെന്ന് ജമ്മു കാശ്മീർ ആഭ്യന്തര സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. AG നൂറാനി, അരുന്ധതി റോയ്, വിക്ടോറിയ ഷഫീൽഡ്, സുമന്ത്ര ബ്രോസ്, ക്രിസ്റ്റഫർ സെന്റർ എന്നിവരാണ് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ രചയിതാക്കളിൽ ചിലർ. അരുന്ധതി റോയിയുടെ ആസാദി എന്ന പുസ്തകമാണ് നിരോധിച്ചത്. ഇന്ത്യയിലെ പ്രമുഖ ഭരണഘടനാ വിദഗ്ധനായിരുന്ന AG നൂറാനി കാശ്മീരിനെ കുറിച്ചും ഇന്ത്യൻ യൂണിയനുമായുള്ള ഭരണഘടനാപരമായ ബന്ധത്തെക്കുറിച്ചും എഴുതിയ ദി കാശ്മീർ ഡിസ്പ്യൂട്ട് എന്ന പുസ്തകമാണ് നിരോധിച്ചത്. അത് കണ്ടുകെട്ടുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ ചുമത്തിയ 50% താരിഫ് എന്ന വിഷയം പാർലമെന്റിൽ ചർച്ചയായേക്കും. അന്യായമായ ഈ നടപടിയെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നോട്ടീസ് നൽകി. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് കോൺഗ്രസ് MP ഹൈബി ഈഡൻ നോട്ടീസ് നൽകിയത്. രാജ്യത്തെ പൌരന്മാരുടെ താൽപര്യത്തെ മറികടക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്കുമേൽ ട്രംപ് ഏൽപ്പിച്ച 50% തീരുവ എന്നത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണെന്ന് ഇന്ത്യയുടെ മുൻ G20 ഷെർപ്പ അമിതാഭ് കാന്ത് പറഞ്ഞു. ഇന്ത്യൻ വ്യാപാരത്തെയും ആഭ്യന്തര വ്യവസായത്തെയും ട്രംപിന്റെ താരിഫ് ഇരുട്ടടി എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കകൾക്കൊടുവിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വലിയ ചുവടുവയ്പ്പിനുള്ള അവസരമായി ഇതിനെ കാണണമെന്ന് അദ്ദേഹം നിലപാടെടുത്തത്. നീതി ആയോഗിന്റെ മുൻ CEO കൂടിയായിട്ടുള്ള കാന്ത് എക്സിലെ കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് പ്രതിസന്ധി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്നും കാന്ത് കുറിച്ചു. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത 544 ഗതാഗതക്കുരുക്കും യാത്രക്കാർക്കുണ്ടാകുന്ന അസൗകര്യവും മുൻനിർത്തി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെക്കുവാനുള്ള ഉത്തരവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ടോൾ പിരിക്കാൻ അവകാശം നൽകുമ്പോൾ യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തം അതോറിറ്റിക്കുണ്ടെന്നും എന്നാൽ മാസങ്ങളായി യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും അതിനെ ലാഘവത്തോടെയാണ് അതോറിറ്റി കാണുന്നതെന്നും ജസ്റ്റിസുമാരായിട്ടുള്ള A മുഹമ്മദ്, മുഷ്താഖ്, ഹരിശങ്കർ V മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കുവാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇനി കായിക വാർത്തകൾ. ത്രില്ലർ പോരാട്ടങ്ങളുടെ ക്രിക്കറ്റ് ആരാധകരെ ത്രസിപ്പിച്ച ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ ആവേശം കെട്ടടങ്ങും മുൻപേ ഏഷ്യ കപ്പിനുള്ള ഒരുക്കങ്ങൾ ടീം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ 2020 ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിന് സെപ്റ്റംബർ 9 UAE കൊടിയേറുമ്പോൾ ഏറ്റവും മികച്ച ടീമിനെ തന്നെ കളത്തിലിറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം. പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നിരിക്കെ
ഓപ്പണർമാരുടെ സ്ലോട്ടിലേക്ക് കടുത്ത മത്സരങ്ങളാണ് നടക്കുന്നത്. ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൽ തുടങ്ങി മലയാളി താരം സഞ്ജു സാംസൺ വരെയുള്ളവർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഓപ്പണറുടെ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.26 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.